ഇന്ന് നമുക്ക് നല്ലൊരു ആലപ്പി ഫിഷ് കറി ഉണ്ടാക്കാം. നവരമീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആലപ്പുഴ സൈഡിലൊക്കെ ഇതിനെ സിലോപ്പി എന്നും ചില സ്ഥലങ്ങളിൽ ഇതിനെ കിളിമീൻ എന്നൊക്കെയാണ് പറയാറ്. ലക്ഷ്മീസ് കിച്ചൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കട്ട് ചെയ്ത മീൻ 1 കിലോയാണ് എടുത്തത്. അതിനുവേണ്ടി കുരുമുളക്, ഉള്ളി, കുടംപുളി, മല്ലി, മുളക്, ഉപ്പ്, ഉള്ളി ഇതൊക്കെയാണ്. കുടംപുളി ഒന്ന് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കണം. ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള കുടംപുളി ആയതുകൊണ്ട് ഇനി നമുക്കതൊന്ന് നല്ല റോസ്റ്റാക്കി എടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളകും, ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും, അതുപോലെ ഒരു 10-15 ചെറിയ ഉള്ളിയുമാണ്. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നത് നല്ലതായിരിക്കും. അത് നല്ല റോസ്റ്റായി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് നല്ല റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാലേ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല ഡ്രൈ റോസ്റ്റ് ആവുകയുള്ളൂ. ഇനി അല്പം വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തു. ഇനി നമുക്കത് അതിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ല കഴുകി അതിലോട്ട് ഒഴിക്കേണ്ടതാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ പച്ചമുളകോ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കുരുമുളക്, വെളുത്തുള്ളിയുടെയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം കഷ്ണങ്ങൾ അതിലോട്ട് ഇടേണ്ടതാണ്. ഈ മീൻ കറി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് അത് നല്ലൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഈ സമയം ചെറുതായി പീസാക്കിയ കുടംപുളി 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ചതിന് ശേഷം ഇത് ഒന്ന് നല്ല തിക്കായി വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇനി അതിലോട്ട് ഈ സമയം നമുക്ക് അതിലോട്ട് വറുത്ത ഉലുവാപ്പൊടിയും ചേർക്കേണ്ടതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. അപ്പോൾ നല്ലൊരു വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. ഇതിന് ലാസ്റ്റിൽ കറിവേപ്പില ഇട്ട് അത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഈ മീൻ കറി റൈസ്, കപ്പ, ദോശ, പുട്ട് ഇതിനോടൊപ്പമൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.